മിനിമം 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള വനിതകൾക്കും പുരുഷന്മാർക്കും ഇന്ത്യൻ നേവിയുടെ MR മെട്രിക് റിക്രൂട്ട്മെന്റിലേക്കുള്ള 10ാം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന റിക്രൂട്ട്മെന്റ് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിന് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഏകദേശം ആവാനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ കാര്യങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അൺമാരീഡ് ആയിട്ടുള്ള ആൺകുട്ടികൾക്കും കല്യാണം കഴിക്കാത്ത ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ ഇതിന് അപേക്ഷിക്കാം. ഇവിടെ ഇതിൻ്റെ 2 ബാച്ച് ഉണ്ട്. 2 ബാച്ചിലേക്ക് ഒരുമിച്ചിട്ടാണ് പരീക്ഷ നടക്കുക. ആദ്യം ഒരു കോമൺ പ്രിലിമിനറി ഉണ്ടാവും, ഞാൻ മുമ്പോട്ട് പറയാം. അപ്പോൾ ആദ്യത്തെ ബാച്ചിന് 1 ഡിസംബർ 2004 31 മെയ് 2009 ഈ ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം. രണ്ടാമത്തെ 1 മെയ് 2005 31 ഒക്ടോബർ 2009 ഈ ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം. അതായത് 1 ഡിസംബർ 2004 31 ഒക്ടോബർ 2009 ഈ ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് 2 പോസ്റ്റിലേക്കും അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ നോക്കുകയാണെങ്കിൽ അഗ്നിവീർ ആണ്, 4 വർഷത്തേക്കാണ് നിങ്ങളുടെ ജോലിയിലേക്ക് എടുക്കുന്നത്. സോ കുറച്ച് പേരെങ്കിലും പെർമനൻ്റ് ആക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഒരു വർഷം 30,000 ഉണ്ടാവും. ഫസ്റ്റത്തെ വർഷം 30,000 ശമ്പളം ഉണ്ടാകും. പക്ഷേ 21 മാത്രമേ നിങ്ങളുടെ കയ്യിലേക്ക് ലഭിക്കത്തുള്ളൂ. 9,000 ഗവൺമെൻറ് പിടിച്ചു വെക്കും. എന്നിട്ട് അവസാനം നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഗവൺമെൻറ് ആഡ് ചെയ്യുന്ന കോൺട്രിബ്യൂട്ട് ചെയ്യുന്നൊരു ഫണ്ടും ഉണ്ടാവും, നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചൊരു ഫണ്ടും ഉണ്ടാവും. ഇത് രണ്ടും കൂട്ടിയിട്ട് നിങ്ങൾക്കൊരു 10-10.5 ലക്ഷത്തിൻ്റെ ഏകദേശം ആ ഒരു എമൗണ്ട് നിങ്ങളുടെ കയ്യിലേക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, നൽകപ്പെടുന്നതായിരിക്കും. ഒരു വലിയൊരു എമൗണ്ട് തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് നൽകപ്പെടും. സോ ഇങ്ങനെയാണ് അഗ്നിവീറിൻ്റെ ഒരു സിസ്റ്റം പ്രവർത്തിക്കുന്നത്. 4 വർഷത്തേക്കുള്ളൊരു റിക്രൂട്ട്മെൻ്റ് ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. സെലക്ഷൻ പ്രോസസ്സ് സ്റ്റേജ് 1 എക്സാമിനേഷൻ ഉണ്ടാവും. 2026 മെയ്യിലാണ് നടക്കുന്നത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ 2 പോസ്റ്റുകളാണല്ലോ, അതായത് 2 ബാച്ചുകളാണല്ലോ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ള നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആപ്ലിക്കേഷൻ വിൻഡോ 14 മാർച്ച് മുതൽ 6 ഏപ്രിൽ 2026 വരെ. 6 ഏപ്രിലാണ് കേട്ടോ ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഈ ഒരു ഡേറ്റിന് മുൻഭാഗം നിങ്ങൾ അപേക്ഷിക്കണം. തെറ്റുകൾ തിരുത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെയായിട്ട് കാണാൻ സാധിക്കും 10ാം തീയതി മുതൽ 11ാം തീയതി വരെ ഏപ്രിൽ 2026 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഇതിൻ്റെ സ്റ്റേജ് 1 പരീക്ഷ ഇത് പ്രിലിമിനറി ആണ്. ഇത് വിജയിക്കുന്നവർ ഒരു പ്രിലിമിനറി വിജയിക്കുന്നവർക്ക് ബാച്ച് 1ഉം ബാച്ച് 2ഉം പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും. അതായത് ഫസ്റ്റ് കോമൺ പരീക്ഷ ഉണ്ടാവും. അത് ജയിച്ചാലേ മുൻപിലേക്കുള്ള 2 പരീക്ഷയും എഴുതാൻ പറ്റത്തുള്ളൂ. 2 എണ്ണമാണ് ഒറ്റയടിക്ക് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് എടുക്കാം. സൈറേൻ്റെ തന്നെ ക്ലാസ്സുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, 399 രൂപയുള്ളൂ, നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. സ്റ്റഡി മെറ്റീരിയൽ, സൈറേൻ്റെ ക്ലാസ് റിലേറ്റഡ് ആയിട്ടുള്ള PDF അതുപോലെ തന്നെ മോക്ക് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നതായി. ക്ലാസ്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള മെറ്റീരിയലും ഓൾസോ നമ്മുടെ ലൈഫ് ട്രാക്കിൻ്റെ മെറ്റീരിയലും എല്ലാം ഇപ്പം ക്ലാസ് എടുത്ത കുട്ടികൾക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, അല്ല ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലും ബന്ധപ്പെടാം. അപ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ലാസ്റ്റ് ഡേറ്റ് നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ എഡിറ്റിംഗ് ഡേറ്റും പറഞ്ഞു. പിന്നെ സ്റ്റേജ് 1 പരീക്ഷ നടക്കുന്നത് മെയ് മാസം 2026 അതിൻ്റെ റിസൾട്ട് മെയ് ജൂണിലായിട്ട് റിലീസ് ചെയ്യുമെന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട് 2026 തന്നെ. പിന്നെ ഇവിടെ സ്റ്റേജ് 2 കാണാൻ സാധിക്കും. അതായത് അഗ്നിവീർ ഫസ്റ്റ് ബാച്ചിൻ്റെ റിക്രൂട്ട്മെൻറ്റിൻ്റെ പ്രോസസ്സ്, റിട്ടൺ എക്സാമിനേഷനും കാര്യങ്ങളൊക്കെ സെപ്റ്റംബർ 2026 ഉണ്ടാകും. ഓരോ സ്റ്റേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റേജ് 2 രണ്ടാമത്തെ ബാച്ചിൻ്റെ റിട്ടൺ എക്സാമിനേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ പരീക്ഷ പാസ്സായി 2നും അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ 2ൻ്റെയും ഫസ്റ്റ് പരീക്ഷ നിങ്ങൾക്ക് എഴുതാം. ഒന്നാമത്തേൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ എഴുതണ്ട, ഒന്നാമത്തേൽ കിട്ടിയിട്ടില്ല രണ്ടാമത്തെ എഴുതാം. അങ്ങനെയൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇവിടെ വരുന്നുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ 50 ക്വസ്റ്റ്യനുള്ളൊരു എക്സാം ആയിരിക്കും ഉണ്ടാകുക. ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് ഉണ്ടാകും. ഇംഗ്ലീഷിൽ ഹിന്ദിയിലായിരിക്കും പേപ്പർ ഉണ്ടാകുക. സയൻസ്, മാത്സ്, ജനറൽ അവയർനെസ് ഇതൊക്കെ ആയിരിക്കും ഉണ്ടാകുക എന്നുള്ളത് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്. പിന്നെ നമുക്ക് ഫിസിക്കൽ വരുന്നുണ്ട്. റിട്ടൺ എക്സാം കഴിഞ്ഞാൽ ഫിസിക്കലാണ് വരുന്നത്. 6 മിനിറ്റ് 30 സെക്കൻഡ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓട്ടം ഓടി തീർത്തണം എന്നാണ് പറയുന്നത്. ആൺകുട്ടികളെ, ഫീമെയിൽസ് 8 മിനിറ്റിലും, അതുപോലെ സ്കോട്ട്സ് 20 എണ്ണം 15 എണ്ണം, പുഷപ്പ് 15 എണ്ണം 10 എണ്ണം, ബാൽക്കണി സിറ്റപ്സ് 15 എണ്ണം 10 എണ്ണം. മുകളിൽ ആൺകുട്ടികളും താഴെ പെൺകുട്ടികളും എന്നുള്ള ഓർഡറിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മൾ സ്റ്റേജ് 2ലേക്ക് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആദ്യം ഫിസിക്കൽ ഉണ്ടാകും. അത് കഴിഞ്ഞ് എക്സാമും കൂടി അവിടെ വരുന്നത് കാണാൻ സാധിക്കും. എക്സാം നേരത്തെ പറഞ്ഞ അതേ സിനാരിയോയിൽ തന്നെയാണ് എക്സാം വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും. പിന്നെ മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടാവും. മെഡിക്കലും പാസ്സായി കഴിഞ്ഞാൽ ഫൈനൽ ലിസ്റ്റിൽ വരുന്നവർക്കായിരിക്കും ജോലി ലഭിക്കാനുള്ള സാധ്യത എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഇതിന് ആപ്ലിക്കേഷൻ ഫീസ് കൂടി ഉണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. 6 ഏപ്രിൽ 2026 ലാസ്റ്റ് ഡേറ്റ്. സോ ഫീസിൻ്റെ കാര്യം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. 550 രൂപ ഫീസ് ഉണ്ട്, പ്ലസ് GST 18% ഉണ്ടാവും. അപ്പോൾ ഈ ഫീസ് അടച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, അപേക്ഷിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുകൊണ്ട് നല്ലപോലെ പഠിച്ചിട്ട് പരീക്ഷ എഴുതാം. ഇത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കേണ്ട.